മക്കളെ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന നമ്മുടെ +2 ഓണം എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന 18-ാം തീയതിയാണ്. നിങ്ങൾക്ക് 27-ാം തീയതി വരെയാണ് എക്സാം ഉള്ളത്. അതിൽ മെജോറിറ്റി എക്സാംസും നിങ്ങൾക്ക് ആഫ്റ്റർനൂൺ ആണ്. പക്ഷേ ഒരു ദിവസം, അതായത് 19-ാം തീയതി മാത്രം നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും എക്സാം ഉണ്ട്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സോ നമ്മുടെ ടൈം ടേബിളിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 18-ാം തീയതിയാണ് അല്ലേ. 18-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് പാർട്ട് 2 ലാംഗ്വേജസ് ആണ്. പാർട്ട് 2 ലാംഗ്വേജസ് ആണ് നിങ്ങളുടെ ഫസ്റ്റ് എക്സാം. അത് കഴിഞ്ഞ് നിങ്ങൾ 19-ാം തീയതിയിലേക്ക് വരുന്ന സമയത്ത് 19-ന് നിങ്ങൾക്ക് ഫോർനൂൺ രാവിലെ ഇംഗ്ലീഷും അതുപോലെ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് മാത്സും ഉണ്ട്. അതായത് നമുക്ക് മാത്സിന് പഠിക്കാൻ ദിവസം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. കാരണം 18 കഴിഞ്ഞ് 19 തന്നെ നമുക്ക് എക്സാം ഉണ്ട്. അന്ന് നമുക്ക് 2 എക്സാം ഉണ്ട്. ഓക്കെ, ദെൻ 20-ാം തീയതിയാണ് നമ്മുടെ ബയോളജി വരുന്നത്. ആ ബയോളജിക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കാര്യമായ ദിവസങ്ങളൊന്നും തന്നെ ഇല്ല. ആൻഡ് 21-ാം തീയതിയാണ് കമ്പ്യൂട്ടർ സയൻസ് വരുന്നത്. അപ്പൊ ബയോ സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫിസിക്സ് പഠിക്കാൻ ഒരു ദിവസമുണ്ട്. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഫിസിക്സ് പഠിക്കാൻ ദിവസമില്ല. ഇനി 25-നും 26-നും നമുക്ക് വേറെ എക്സാംസ് ഒന്നും കാണുന്നില്ല. ഇനി 27-ാം തീയതിയാണ് നിങ്ങളുടെ ലാസ്റ്റ് എക്സാം വരുന്നത്. അത് കെമിസ്ട്രിയാണ്. അതായത് 27 നടക്കുന്ന കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് പഠിക്കാൻ 2 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങളുടെ ഫിസിക്സിനോ ബയോളജിക്കോ മാത്സിനോ നിങ്ങൾക്ക് പഠിക്കാൻ ഗ്യാപ്പ് ഇല്ല. ഈ എക്സാംസ് എല്ലാം തന്നെ നടക്കുന്നത് ആഫ്റ്റർനൂൺ ആണ്. ആഫ്റ്റർനൂൺ ആണ്. ഓക്കെ, നമ്മുടെ എക്സാംസ് എല്ലാം നടക്കുന്നത് ആഫ്റ്റർനൂൺ ആണ്. പക്ഷേ നിങ്ങളുടെ 19-ാം തീയതി നടക്കുന്ന എക്സാം നിങ്ങൾക്ക് എന്താണ്, രാവിലെയും എക്സാം ഉണ്ട്. 19-ാം തീയതി 2 എക്സാം ഉള്ളതുകൊണ്ട് അന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും എക്സാം ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം എൻ്റെ കുട്ടികളെ നോട്ട് ചെയ്ത് വെക്കുക. 19-ാം തീയതിയുടെ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. 2 എക്സാം ഉണ്ട്, രാവിലെയും ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ വെച്ച് അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു കാര്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്യണം അല്ലേ. കാരണം നമുക്ക് ഈ പറഞ്ഞ മാത്സിനും ബയോളജിക്കും ഫിസിക്സിനും ഒന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം, ഒരു പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നാളെ 7 PM നമ്മുടെ എക്സാമിനർ വരുന്നുണ്ട്, ഒരു അടിപൊളി ലൈവ് ആയിട്ട്. അപ്പോൾ നാളത്തെ ലൈവ് എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. മിസ്സാക്കാതിരിക്കുക. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാത്ത ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ഓണം എക്സാം എന്തായാലും അടിപൊളിയായിട്ട് പഠിക്കും. നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ.